ഹലോ, എല്ലാവർക്കും മരക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ലഡ്ഡു ഉണ്ടാക്കിയാലോ? വിരുന്നുകാർ വരുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബൂന്തി ലഡ്ഡു. അതിന് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കറക്റ്റ് ആ പരുവത്തിലേക്ക് നമുക്ക് എടുക്കണം. അതായത് മാവ് അധികം ലൂസ് ആവാനും പാടില്ല, എന്നാൽ കട്ടിയാവാനും പാടില്ല. ഈ രീതിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചതിന് ശേഷം അത് ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലോ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലൊരു ഹോളുള്ള അരിപ്പയിൽ നമ്മുടെ മാവ് ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൂന്തി വല്ലാണ്ട് കട്ടിയായി പോയെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യത്തെ പ്രാവശ്യത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ മാവ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ മാവില് നമ്മൾ ഫുള്ളായിട്ട് ബൂന്തി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നിങ്ങൾക്ക് കാണാം, കുറച്ച് കട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനി അതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഉണ്ടെങ്കിൽ അതുകൂടെ ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കട്ടിയായിട്ട് ബൂന്തി കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ബൂന്തി കട്ടിയായി പോയെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാൻ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ നേരത്തെ കടലമാവ് എടുത്ത ഗ്ലാസ്സില്ലേ, അതിൽ തന്നെ 2 ഗ്ലാസ് പഞ്ചസാരയും അതിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും. അങ്ങനെയാണ് നമ്മളിതാ അതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കായ സീഡ് ആഡ് ചെയ്യാണ്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. ഇനി നോക്കാം, നമുക്ക് കൺസിസ്റ്റൻസി ഒരു നൂൽ പരുവാണ് കേട്ടോ. ഇതുപോലെ വരണം. കണ്ടില്ലേ? ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ആ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും മുന്തിരി ഇപ്പം എൻ്റെ അടുത്തില്ല, അവിടെ മോന് ഇഷ്ടമല്ല മുന്തിരി ആണെങ്കിൽ അവനത് എടുത്ത് കളയാം. അതിൻ്റെ പേരിൽ ഞാൻ മുന്തിരി ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ആ ബൂന്തിയിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ലഡ്ഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു ചൂട് വേണം കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലഡ്ഡു ഷേപ്പ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി ചെയ്യാൻ നോക്കുക നിങ്ങൾ. നമുക്ക് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാറാൻ നിൽക്കരുത് ഒരിക്കലും. ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇനി അങ്ങനെ നമുക്കിത് ഫുള്ള് നമുക്ക് ലഡ്ഡുവിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ അളവ് ഗ്ലാസ്സിൽ കറക്റ്റ് എല്ലാം അതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കാം. ഇപ്പം നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. താങ്ക് യു.